ശിഷ്യ, സ്വാമി എല്ലാരോടും തെല്ലും മാറി നിൽക്കാൻ പറയും. ഈ പരിസര പ്രദേശത്തെങ്ങും ആരും കാണാൻ പാടില്ല. എല്ലാവരും അപ്പുറത്തേക്ക് പോകും. ശിഷ്യ, സ്വാമി പതുക്കെ മതി. അതെ, പതുക്കെ സ്വാമി. ശിഷ്യ, സ്വാമി ശിഷ്യനും അപ്പുറത്തേക്ക് പോയിക്കൊള്ളൂ. ഞാനും അപ്പുറത്തേക്ക് പോകണം സ്വാമി. അതെ, ചികിത്സയ്ക്കുള്ള സമയമായി വരുന്നുണ്ട്. നമുക്കും അത് തോന്നായികയില്ല. ശിഷ്യ, ആരോ മുന്നുണ്ണി ആരാണ് ആരോ മുല്ലുണ്ണി എന്ന് പറഞ്ഞത്? ആരോ ഒരാൾ ഏതോ ഒരു ലുണ്ണിയെ പറ്റി പറഞ്ഞു. ഒരു സമാധാനമായി കിടന്നാട്ടെ. സമയമായി കൊണ്ടുവരുന്നു. ശിഷ്യ, ചികിത്സ തുടങ്ങിക്കൊള്ളൂ. ഗുരു, ഞാൻ ഉറങ്ങിയിട്ടില്ല. സൂക്ഷിച്ചു വേണം ചികിത്സിക്കാൻ. ശിഷ്യ, ഓം ക്രീം ക്രൂം ഓം. എന്താണ് അസുഖം? പറയും വൈദ്യരെ. ഏതോ ഒരു ലുണ്ണിയുടെ പൊതിയാണ്. കണ്ട പൊതി വരും. 3 ദിവസം മുടങ്ങാതെ ഈ കണ്ണിൽ ധാര കോരണം. ഞാൻ ജപിച്ചു തരുന്ന മന്ത്രച്ചരട് കാണാ മറയത്ത് അരയിൽ ഞാൻ തന്നെ കെട്ടണം. അരയിൽ കെട്ടണം ഗുരു. അരയിൽ കെട്ടുമ്പോൾ ആരും ഇവിടെ ഉണ്ടായിരിക്കാൻ പാടില്ല. തോണികളെല്ലാം പോയിക്കോട്ടെ, വൈദ്യന് മാത്രം മതി. ശിഷ്യ, ഗുരു വരൂ. വരും. എല്ലാരും പോയി. മകളെ, അസുഖം എങ്ങനെയുണ്ട്? വളരെ കുറവുണ്ട്. തമ്പുരാട്ടി ഉറങ്ങാത്തെ? കുളിർകാറ്റടിച്ചിട്ടോ? കിളിവാതിലെല്ലാം അടയ്ക്കട്ടെ? വേണ്ട പെണ്ണെ, നിലാക്കാൽ അരിച്ചിറങ്ങണത് കാണുമ്പോൾ അരവാതിലെല്ലാം തുറക്കാൻ മോഹം തോന്നണ. കുളിർക്കാറ്റടിക്കുമ്പോൾ കരൾ മന്ത്രിക്കണ ചൂടിന്. തമ്പുരാട്ടി, ഇത് സ്വപ്നമാണ്? അല്ല പെണ്ണെ, അതാ നോക്കൂ. എന്തിനാ കറുത്ത മുഖം ഇങ്ങനെ എഴുന്നള്ളുന്നു? ആ ചിരി ഒന്ന് കാണാൻ കൂടി കഴിഞ്ഞില്ല. എന്റെ കാവിലമ്മേ, എന്റെ തമ്പുരാട്ടിക്ക് എന്തോ അസുഖമാണ്. അന്ന് ആനപ്പോര് കാണാൻ പോയത് പേടമാന്റെ കുതിപ്പോടെ, മടങ്ങി വന്നത് ഇളവന്നൂർ കൊമ്പനെ പോലെ. ആ കൊരങ്ങാട്ടി വന്ന പിന്നെ കള്ളൻ മൂരിക്കുട്ടിയുടെ മട്ടില്. കഞ്ഞിയും കുടിക്കില്ല, വെള്ളവും കുടിക്കില്ല. അറിയാതെ നമ്മുടെ എരുത്തിൽ കിടക്കുന്ന കുരങ്ങാട്ടി എന്തു പറഞ്ഞിട്ട് പോയി? ഓഹോ, വെള്ളിപ്പളങ്കൻ മലയിടുക്കില് ഒരു കൂട്ടം കുരങ്ങന്മാരിറങ്ങിയിരിക്കുന്നു. പിടിച്ചാൽ ഇന്ന് വരും, ഇല്ലെങ്കിൽ നാളെ എന്ന് ചൊല്ലി. ശരി, നീ പോയി കിടന്നേ. ഞാൻ പോണില്ല. എന്തേ? എനിക്ക് പേടിയാ. പേടിയോ? ഒരു നാൾ മുമ്പ് ഉറക്കത്തിൽ എന്നെ ഒരാൾ എന്റെ പായിൽ വന്നിരുന്നു. ഇരുന്നിട്ട് പറയും,
എന്നിട്ട് എന്നിട്ട് ശിഷ്യൻ കേശു പറയും. എന്നിട്ട് എനിക്ക് നാണമാവുന്നു. ഒരാൾ ഉറക്കം തൂങ്ങി വീഴാൻ പോകുന്നു. ആരാ? കണ്ടില്ലേ? അതാ ആ നിലവിളക്ക്. വെള്ളം തുളിച്ചുണർത്തണോ, എട്ടപ്പായിട്ട് ഉറക്കണോ? നമുക്ക് ആ കള്ളിയോടൊന്ന് ചോദിക്കാം. പാവം, അവളും ഉറങ്ങിക്കഴിഞ്ഞു. ഇനി കാണാൻ കണ്ണിലിരുട്ടും എന്റെ കണ്ണത്തിന് നീ മാത്രം. പാരിതോഷികം കൊണ്ടുവരാൻ കുമാരി അറിയിക്കും. നമ്മുടെ കുമാരിയുടെ അസുഖം അത്ഭുതകരമായ ചികിത്സാവിധികൊണ്ട് അടച്ച കണ്ണ് തുറക്കും മുമ്പ് ഭേദമാക്കിയ ഈ വൈദ്യരത്നങ്ങൾക്ക് എന്ത് പാരിതോഷികം നൽകിയാലും അധികമാവില്ലെന്ന് നാം കരുതുന്നു. ഈ എളിയ പാരിതോഷികം സ്വീകരിച്ചാലും വാങ്ങിക്കോളൂ. ആദ്യം ശിഷ്യനെ ഗൗനിക്കുക. രാജകുമാരി ദീർഘായുസോടുകൂടി വാഴുക. രാജാവിനെ മുഖം കാണിക്കാൻ തമ്പുക്കുട്ടിച്ചവർ വന്നിരിക്കുന്നു. വരാൻ പറയും. ഇത്രയൊന്നും നോക്കിയില്ല. ഗൗരവമുള്ള ചില കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. അതുകൊണ്ട് എല്ലാം മുമ്പേ ഞാനങ്ങ് ചെയ്യുക. കണ്ണീർ പിടിക്കുള്ളതെല്ലാം വേഗം കൊണ്ടുവരിക. എന്തുണ്ടായി ഈ പുതിയ സംഭവം? തലയ്ക്ക് വലത്തിട്ട് മൂക്കിൽ തൊടാൻ എനിക്കറിയില്ല. ഞാൻ ചൊല്ലുന്നത് കേട്ടാൽ എനിക്ക് നിങ്ങൾക്കും നല്ലത്. ഈ ഉണിക്കോണവരുടെ വീട്ടിൽ എന്റെ അച്ഛനെ കൊന്ന രണ്ടുപേർ സുഖിച്ചു കഴിയണമെന്ന് ഞാൻ അറിയണം. കോലശ്രീ നാട്ടിലെ രാജാവാണ് നിങ്ങൾ. അതുകൊണ്ട് പറയാണ്, ഞാനത് സഹിക്കില്ല. മഹാരാജാവേ, ഈ ഉണിക്കോനോന് നായരുടെ വീടും കുടിയും ആരെയും ചതിച്ചുണ്ടാക്കിയതല്ല. സത്യം സത്യം പോലെ കിട്ടിയതാണ്. അവിടെ ആര് വാഴണമെന്നും ആര് വാഴണ്ടെന്നും തീരുമാനിക്കേണ്ടത് തമ്പിക്കുട്ടിയല്ല, ഈ ഞാനാ. ഞാൻ ഈ നാട്ടിലെ രാജാവല്ലെങ്കിലും അതിൽ കൂടുതൽ നിലയുണ്ട്, വിലയുണ്ട്, പറയുന്നുണ്ട്. തമ്പിക്കുട്ടി നനച്ചാൽ വാഴുന്നവരും കാണില്ല, ഒരു രാജാവും കാണില്ല. ആർക്കാ അവിടെ അസുഖം? അസുഖമല്ല, പിന്നെ തലപോണ കാര്യമാണ്. തലവേദന അല്ല, തലപോണ കാര്യം. ഓ, തമ്പിക്കുട്ടി, ഒരരിശത്തിന് കിണറ്റിൽ ചാടിയാൽ 7 അരിശത്തിനും കയറാൻ പറ്റില്ല. എന്തിനീ കാര്യമില്ലാണ്ട് പോരും പോർവിളിയും? കഴിഞ്ഞ കഥയെല്ലാം കണ്ണാടി പോലെ പതിഞ്ഞു കിടപ്പിൽ കണ്ടു പഠിച്ചൂടെ? എന്തിനീ കടലിട്ട് വീശുന്നു? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു.